5 kWh ആണ് ബാറ്ററി. 5 കിലോവാട്ട് 51.2 വോൾട്ടും 100 ആഴ്ച അങ്ങനെ 5 യൂണിറ്റ് ആണ് ഈ ഒരു ബാറ്ററി. അപ്പൊ ഇത് നമുക്ക് സ്റ്റേക്ക് ചെയ്ത് ആവശ്യത്തിന് മേലേക്ക് കയറ്റി വെക്കാം. ഈ ടെർമിനൽ അടുത്തേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ നമ്മള് പണ്ടത്തെ ലെഡ് ആസിഡ് ബാറ്ററി ഒരു 4 ബാറ്ററി ഈക്വലന്റ് ആണ് ഈ ഒറ്റ ബാറ്ററി. 4 ബാറ്ററിയുടെ അതായത് 12 വോൾട്ട് 100 ആഴ്ച നമ്മൾ 150 ആഴ്ച എന്ന് പറയില്ലേ, അങ്ങനത്തെ 4 എണ്ണത്തിന് ഈക്വലന്റ് ആണ് ഈ ഒരു ബാറ്ററി. ഇത് നമുക്ക് എത്ര വർഷത്തെ വാറന്റി ഈ ഒരു ബാറ്ററി പാക്കിന് കൊടുക്കും? ഇത് നമ്മൾ 5 വർഷത്തെ ഫുൾ വാറന്റിയാണ്. ഹായ് സുഹൃത്തുക്കളെ, ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരള 2025 തുടർന്നുള്ള വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈ കോണ്ടസ്റ്റ് ചാനലിലെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഹൈക്കോള അസിസ്റ്റന്റ് മാനേജർ വർക്ക് ചെയ്യാണ്. ന്യൂ പ്രൊഡക്ട്സിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെയുള്ള ട്രിവാൻഡ്രത്തുള്ള എനർജി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു എക്സ്പോയിലാണുള്ളത്. അപ്പൊ നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് നമ്മളിവിടെ ലോഞ്ച് ചെയ്ത് ഉദ്ദേശിക്കുന്നത് ഈ ജനറേറ്ററും പിന്നെ അതുപോലെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ ജനറേറ്റർ എന്ന് പറയുന്നത് ഈ ജനറേറ്റർ പ്രോ ആണിത്. അപ്പൊ നമ്മൾ സാധാരണ ഡീസൽ ജനറേറ്ററിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഇൻവെർട്ടർ പ്ലസ് ലിഥിയം അയൺ ബാറ്ററി ഉള്ള ഒരു സിസ്റ്റം ആണിത്. അപ്പൊ നമുക്ക് ഇത് ഡീസൽ ജനറേറ്ററിന്റെ സൗണ്ട് പൊല്യൂഷൻ, അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ്, അതുപോലെ സാധാ പൊല്യൂഷൻസ് ഇതൊക്കെ ഒഴിവാക്കി നമുക്ക് ഇൻവെർട്ടർ വിത്ത് ബാറ്ററി പാക്ക് ഉള്ള ഒരു പോർട്ടബിൾ ആയിട്ടുള്ള സിസ്റ്റം ആണ്. നമുക്ക് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യുന്നത് സോളാറിൽ നിന്നും അതുപോലെ തന്നെ KSEB നമുക്ക് ചാർജ് ചെയ്യാം. അപ്പൊ നമ്മള് ഓഫർ ചെയ്യുന്ന ഒരു ബെസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാറിൽ നിന്നും നമുക്ക് ചാർജ് ചെയ്യാം. അത് പരമാവധി നമുക്ക് അത് നമ്മുടെ ആവശ്യത്തിന് പീക്ക് ടൈമിലും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമുള്ള സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആവശ്യം. പിന്നെ അതുപോലെ തന്നെ ഫുൾ ചാർജിന് ശേഷം ഇത് പോർട്ടബിൾ ആയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവില്ല, വേറെ അഡീഷണൽ പൊല്യൂഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു മെയിൻ പ്രോഡക്റ്റ്. അപ്പൊ നമുക്കിതൊരു കസ്റ്റം മെയ്ഡ് പ്രോഡക്റ്റ് ആണ്. നമുക്കിത് വേണമെങ്കിൽ കസ്റ്റമറിന്റെ നീഡ് അനുസരിച്ച് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ബാറ്ററിയും ഇൻവെർട്ടറും സെറ്റ് ചെയ്ത് നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 500 kVA വരെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പൊല്യൂഷനും ജനറേറ്റർ ഉപയോഗിക്കുമ്പോഴുള്ള സൗണ്ടുമുള്ള സ്ഥലങ്ങൾ ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ആശുപത്രി, അതുപോലെ നഴ്സിംഗ് ഹോംസ്, ഇവിടെയൊക്കെ നമുക്ക് ഡീസൽ ജനറേറ്റർ ഉപയോഗിക്കുക എന്നുള്ളത് പ്രാവർത്തികമല്ല. അപ്പൊ അവിടെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പരമാവധി സോളാറും അതുപോലെ തന്നെ ബാറ്ററി ഉപയോഗിച്ച് ഒരു സൗണ്ട് ഇല്ലാത്ത പൊല്യൂഷൻ ഇല്ലാത്ത ഒരു പുതിയ ശ്രേണിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ജനറേറ്റർ. അപ്പൊ നമുക്ക് ഇത് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ പൊല്യൂഷനും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഒരുപാട് മെച്ചമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ വാറന്റി എങ്ങനെയാണ് സാർ വരുന്നത്? വാറന്റി ഇൻവെർട്ടറിന് 5 വർഷം വാറന്റി, അതുപോലെ തന്നെ ബാറ്ററിക്ക് 5 വർഷം വാറന്റി. വാറന്റി ഫുൾ റീപ്ലേസ്മെന്റ് വാറന്റിയാണ്. ഫുൾ റീപ്ലേസ്മെന്റ് ഓൺ സൈറ്റ് അല്ലേ വാറന്റി? ഓൺ സൈറ്റ് വാറന്റിയാണ്. പിന്നെ നമുക്ക് അടുത്ത ഏത് പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇവിടെ പരിചയപ്പെടുത്താനുള്ളത്? പിന്നെ അടുത്ത പ്രോഡക്റ്റ് നമ്മൾ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ആണ്. അപ്പൊ ഈ പ്രോഡക്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ കുറച്ച് ഹയർ സൈസ് ആണ്. അതായത് വലിയ ഇൻഡസ്ട്രികളിൽ മെഗാവാട്ട് ലെവലിലുള്ള ഇൻഡസ്ട്രികളിൽ നമ്മൾ ഇതുപോലെ തന്നെ സോളാർ അല്ലെങ്കിൽ വിൻഡിന്ന് മാക്സിമം എടുത്ത് ചാർജ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ ലിഥിയം അയൺ ബാറ്ററി ആയതുകൊണ്ട് ഇതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ മെഗാവാട്ട് ലെവലിലാണ്. ഒരു ചെറിയ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമുക്ക് കാണിച്ചത്. ഒരു 10 കിലോവാട്ട് ഇൻവെർട്ടറും 210 കിലോവാട്ട് അവറുള്ള ബാറ്ററി. ഇത് നമുക്ക് മെഗാവാട്ട് ലെവലിൽ വലിയ കണ്ടെയ്നർ ടൈപ്പിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള വലിയ സൈസ് കണ്ടെയ്നർ നമുക്ക് 20 ഫീറ്റ് 40 ഫീറ്റ് കണ്ടെയ്നറും നമുക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുക്കാം. ഏത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ പിന്നെ അതുപോലെ തന്നെ സ്കെയിലബിൾ ആണ്. അതായത് നമ്മളൊരു 1 മെഗാവാട്ട് വെച്ചതിന് ശേഷം ഇനി അഡീഷണൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടെയ്നർ വെച്ചിട്ട് നമുക്ക് സ്കെയിലബിൾ ആയിട്ട് എത്രയും വേണം നമുക്ക് ഉണ്ടാക്കി പോകാം. അപ്പൊ അതിലും നമ്മൾ പറയുന്ന ഒരു ബെറ്റർ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ സോളാർ അല്ലെങ്കിൽ വിൻഡിന്ന് മാക്സിമം ചാർജ് ചെയ്യാം. അപ്പൊ അതും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും നമുക്ക് ഇൻസ്റ്റാളേഷൻ വളരെ വേഗം ചെയ്യാൻ പറ്റും. നമുക്ക് സോളാറിൽ നിന്ന് ചാർജ് ചെയ്യാൻ സോളാറിൽ നിന്ന് ചാർജ് ചെയ്യാം, സോളാറിൽ ചാർജ് ചെയ്യാം, വിൻഡിന്ന് ചാർജ് ചെയ്യാം. രണ്ട് പർപ്പസ് ആണ്. രണ്ട് പർപ്പസ്. നമ്മൾ അതിനുവേണ്ടി അഡീഷണൽ മൊഡ്യൂൾ നമ്മൾ ആഡ് ചെയ്യും. വിൻഡും അതുപോലെ തന്നെ സോളാറും ഉള്ള അഡീഷണൽ മൊഡ്യൂൾ ആഡ് ചെയ്തിട്ട് നമുക്ക് സോളാറിൽ നിന്നോ വിൻഡിന്നോ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്താണ് ചാർജ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ഡിസ്ചാർജ് ചെയ്യേണ്ടത്, അതായത് നമുക്ക് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോ ഒരു 205 കിലോവാട്ട് ആവുന്നതിൽ 25 കിലോവാട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ച് എത്ര ഡിസ്ചാർജ് ചെയ്യണം, എത്ര ചാർജ് ചെയ്യണം, നമുക്ക് റിമോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് തീരുമാനിക്കാം, നമ്മളാണ് തീരുമാനിക്കുന്നത്.
നമുക്ക് എപ്പോഴൊക്കെ ചാർജ് ചെയ്യണം, എപ്പോഴൊക്കെ ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ ഒരു ഒപ്റ്റിമൈസേഷൻ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും വളരെ ഉപയോഗമുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ അതുപോലെ കുറച്ച് ടെക്നിക്കലായി പറയാൻ വെച്ചാൽ റിയാക്റ്റീവ് കോമ്പൻസേഷൻ, അതേപോലെ വോൾട്ടേജ് റെഗുലേഷൻസ്, പവറിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്, ഇതൊക്കെ നമുക്ക് ബസ് വെച്ചിട്ട് നമുക്ക് പരമാവധി റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് KSC നമ്മൾ അറിയാണ്ട് കുറെ റിയാക്റ്റീവ് പവർ, കുറെ അഡീഷണൽ പെനാൽറ്റീസ് ഒക്കെ വരും. ഈ പെനാൽറ്റീസ് ഒക്കെ നമുക്ക് ബസ് വെച്ച് ഒഴിവാക്കാൻ പറ്റും. അതായത് നമ്മൾ കോൺട്രാക്ട് ഡിമാൻഡ് കണക്ട് ലോഡ് കാണിച്ചു കൊടുത്തിട്ട് അതിനും ഹയർ പോയി കഴിഞ്ഞാൽ KSC നമുക്ക് പെനാൽറ്റി അടയ്ക്കും. അപ്പൊ ഇൻഡസ്ട്രിയൽ ലെവലിൽ അങ്ങനെ പെനാൽറ്റി വരല് സ്വാഭാവികമാണ്. നമ്മളത് കസ്റ്റമേഴ്സ് അടച്ചു പോലാണ് പതിവ്. അപ്പൊ നമുക്ക് വെച്ചാൽ ആ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനും ഹയറിൽ നമ്മുടെ ലോഡ് ഡിമാൻഡ് ചെയ്യാൻ അപ്പൊ ബെസ്റ്റ് ഡിസ്ചാർജ്. അപ്പൊ അങ്ങനെ അഡീഷണൽ തന്നെ പെനാൽറ്റികൾ നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ കുറെ പെനാൽറ്റികൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടി അഡീഷണൽ ആയിട്ട് ഒരു കപ്പാസിറ്റി ബാങ്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത നമുക്ക് ഇനിയിപ്പോ അടുത്ത ഏതാ പ്രോഡക്റ്റ്? ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ് വിത്ത് ബാറ്ററി ബാങ്ക്, ലിഥിയം അയൺ ബാറ്ററി ബാങ്ക്. നമ്മളിങ്ങനെ ടോപ്പിലേക്ക് സ്റ്റാക്ക് വെക്കാം. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു മോഡലാണ്, ഒരു അതിന്റെ സാമ്പിളാണ് ഇവിടെ ഇരിക്കുന്നത്. സാമ്പിളാണ് ഇരിക്കുന്നത്. ഇത് എത്ര ഏജാണ് കപ്പാസിറ്റി വരുന്നത്? ഇത് 5 കിലോ വാട്ട് അവർ ആണ് ബാറ്ററി. 5 കിലോ വാട്ട്, 51.2 വോൾട്ടും 100 H. അങ്ങനെ 5 യൂണിറ്റ് ആണ് ഈ ഒരു ബാറ്ററി. അപ്പൊ ഇത് നമുക്ക് സ്റ്റേക്ക് ചെയ്ത് ആവശ്യത്തിന് മേലേക്ക് കയറ്റി വെക്കാം. ഈ ടെർമിനൽ അടുത്തതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അപ്പൊ നമ്മള് പണ്ടത്തെ ലെഡ് ആസിഡ് ബാറ്ററി ഒരു 4 ബാറ്ററി ഈക്വലന്റ് ആണ് ഈ ഒറ്റ ബാറ്ററി. 4 ബാറ്ററിയുടെ അതായത് 12 വോൾട്ട് 100 H, നമ്മൾ 150 H എന്ന് പറയില്ലേ, അങ്ങനത്തെ 4 എണ്ണത്തിന് ഈക്വലന്റ് ആണ് ഈ ഒരു ബാറ്ററി. ഇത് നമുക്ക് എത്ര വർഷത്തെ വാറന്റി ഈ ഒരു ബാറ്ററി പാക്കിന് കൊടുക്കുന്നത്? ഇത് നമ്മൾ 5 വർഷത്തെ ഫുൾ വാറന്റി ആണ്, റീപ്ലേസ്മെന്റ് വാറന്റി ആണ്. 5 വർഷത്തെ റീപ്ലേസ്മെന്റ് വാറന്റി ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ്. ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണല്ലേ? ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ്. നമ്മുടെ സാധാരണ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു പുതിയൊരു വീട് പണിയാന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു ഇൻവെർട്ടർ വേണം, ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ വേണം, സാധാ ഇൻവെർട്ടർ വേണം, ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ വേണം. അപ്പൊ അത് രണ്ടിനും കൂടി ഒറ്റ മൊഡ്യൂള് നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഓഫ് ഗ്രിഡും ഉണ്ട്, ഓൺ ഗ്രിഡും ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയും ചെയ്യാൻ പറ്റും. ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ സപ്ലൈ സാധാ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിന്റെ ഒരു പ്രശ്നമുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് പവർ കിട്ടില്ല. അപ്പൊ അത് നമ്മൾ എന്താ ഹൈബ്രിഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ മെയിൻസ് കട്ട് ചെയ്തിട്ട് ബാറ്ററിയിലോട്ടോ അല്ലെങ്കിൽ ലോഡിലോട്ടോ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു പുതിയൊരു വീട് പണിയുമ്പോൾ ഓൺ ഗ്രിഡും ഒരു ഇൻവെർട്ടറും രണ്ടും കൂടെ അഡീഷണൽ ആവശ്യമില്ല, ഒറ്റൊരു ഹൈബ്രിഡ് വെച്ചാൽ നമുക്ക് സാധിക്കും. പിന്നെ ഇതൊരു 3 കിലോ വാട്ടും ഇതൊരു 6 കിലോ വാട്ടും. 3 കിലോ വാട്ട് 6 കിലോ വാട്ട്. പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഡിസ്പ്ലേയിൽ കംപ്ലീറ്റ് വരും. ഓൺലൈൻ മോണിറ്ററിംഗ് ഉണ്ടല്ലോ. ഫോണിൽ നമുക്ക് ഒരു ആപ്പ് കിട്ടും. അപ്പൊ നമുക്ക് ആ ആപ്പ് ത്രൂ എത്രയാണ് ബാറ്ററി ലെവല്, എത്രയാണ് ബാക്കി ബാക്കപ്പ് ഉള്ളത്, ഏത് സമയത്താണ് ചാർജ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ഡിസ്ചാർജ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് ആ ആപ്പ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പറ്റില്ലേ? ഇതിന് വാറന്റി വരുന്നത്? ഇതും നമ്മൾ 5 വർഷമാണ് വാറന്റി വരുന്നത്. 5 വർഷം ഓൺ സൈറ്റ് വാറന്റിയാണ്. 5 വർഷം ഓൺ സൈറ്റ് ആണല്ലേ? അതെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.